ഇപ്പൊ കൺവിക്ഷൻ റേറ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. റേറ്റ് മാത്രമല്ലല്ലോ, ഇപ്പൊ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കൊച്ചിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് അങ്ങേക്ക് അറിയായിരിക്കും. വലിയൊരു സീസർ ആയിരുന്നു ഉണ്ടായിരുന്നത്. 2500 ചില്ലാനം ഗ്രാം ആണ് ഡ്രഗ് സീസ് ചെയ്തത്. 15,000 കോടിയുടെ വലിയ വാർത്തയായിരുന്നു. ഇപ്പൊ ടൈംസ് ഓഫ് ഇന്ത്യ വാർത്തന്റെ മുമ്പിലുണ്ട്. 2 മാസം മുമ്പ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്ത 15,000 കോടിയുടെ മയക്കുമരുന്ന് കേസിൽ പ്രതി ഇറാനിയൻ സ്വദേശികളെ വെറുതെ വിട്ടു. പ്രൂഫ് ഇൻസഫിഷ്യന്റ്, ഇറാനിയൻ അക്വിറ്റഡ് ഇൻ 15K crore ഡ്രഗ് സീസർ കേസ്. സാർ, കൊച്ചിയിൽ നിന്ന് അവര് പിടികൂടിയതാണ്, തെളിവില്ലാതെ വെറുതെ വിട്ടു. ചില്ലറക്കെ പ്രതിയല്ല, 15,000 കോടിയുടേതാണ്. ആ അളവിലാണ് മയക്കുമരുന്ന് ഇന്ത്യയിലേക്ക് വരുന്നത് നമ്മൾ കാണണം. ആ അളവിലാണ് വരുന്നത്. അപ്പോഴാണ് നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന കൺവിക്ഷൻ റേറ്റ് ഉള്ളത്. അപ്പോഴാണ് ശതകോടീശ്വരനായിട്ടുള്ള ഹൈദരാബാദിലെ മയക്കുമരുന്ന് വ്യവസായിയെ, മയക്കുമരുന്ന് കമേഴ്ഷ്യലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ആളെ അവിടെ ചെന്ന് നമുക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്, അയാളുടെ കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. ഈ വസ്തുത കൂടി നമ്മൾ കാണണം. അത്രേ പറയുന്നുള്ളൂ.